വിഎസിന്റെയും പിണറായിയുടെയും സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ സിപിഐഎം സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗവും നാളെ സംസ്ഥാന കമ്മിറ്റി യോഗവും നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യം യോഗത്തിൽ ചർച്ചയാകും. വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചേർത്തത്. വി.എസ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നേതൃയോഗങ്ങളിൽ എതിർപ്പുയരാൻ ഇടയില്ല. എന്നാൽ ആവശ്യത്തോട് വി.എസ്. എങ്ങനെ പ്രതികരിക്കും എന്നാണ് നേതൃത്വം ഉറ്റുനോക്കുന്നത്. രണ്ട് പ്രധാന നേതാക്കൾ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് നയിക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അക്കാര്യത്തിൽ ധാരണ വേണമെന്ന ആവശ്യം സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടായേക്കാം. എല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. സ്ഥാനാർത്ഥി സംബന്ധിച്ച കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുമെങ്കിലും അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയുമാണ് കൈക്കൊള്ളുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട മറ്റ് പ്രധാന നേതാക്കളെക്കുറിച്ചും യോഗങ്ങൾ ചർച്ച ചെയ്യും. 2 ടേം പൂർത്തിയാക്കിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി.കെ. ഗുരുദാസൻ, എളമരം കരീം, എ.കെ. ബാലൻ എന്നിവർ വീണ്ടും മത്സരിക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യാനിടയുണ്ട്. 2 ടേം പൂർത്തിയാക്കിയവർ മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായം നേതൃത്വത്തിന് പൊതുവായുണ്ട്. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ശൈലജ, ആനത്തല വട്ടമാനന്ദൻ, ടി.പി. രാമകൃഷ്ണൻ, എം മണി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിലും യോഗം തീരുമാനമെടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സീറ്റ് വിഭജനത്തിന്റെ ചർച്ചകൾക്കായി ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കേണ്ട കക്ഷികളെ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ആർക്കാകണം എന്നതും യോഗം തീരുമാനിക്കും. സിപിഐ രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചേക്കും. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് യോഗത്തിന്റെ പ്രധാന ചർച്ച. സീറ്റ് വിഭജനത്തിന് മുന്നോടിയായി ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയും തീരുമാനമാകും. മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന കക്ഷികളെ സഹകരിപ്പിക്കുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. INL, കേരള കോൺഗ്രസ് ബി, പി.സി. ജോർജ്, JSS, CMP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ കക്ഷികളെ പരിഗണിക്കുന്നതാകും ചർച്ച ചെയ്യുക. കേരള കോൺഗ്രസിലെ വിമതരുള്ള നിലപാടും യോഗത്തിൽ ചർച്ചയാകും. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകണം എന്നതും LDF യോഗം ചർച്ച ചെയ്യും. 2 CPM അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ CPIM സീറ്റിനായി അവകാശവാദം ഉന്നയിക്കും. എന്നാൽ രാജ്യസഭയിൽ അംഗങ്ങളൊന്നുമില്ലാതിരിക്കുന്ന CPIM സീറ്റിനു വേണ്ടി അവകാശവാദവുമായി രംഗത്തെത്തും. മുതിർന്ന നേതാവ് ബിനോയ് വിശ്വത്തിന്റെ പേരാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് CPIMന്റെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.